ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതിലെ ചാപ്റ്റർ 3 ആണ്. ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം 1991. അതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ പാർട്ട് 2 വരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പാർട്ട് 3 ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ലിബറലൈസേഷനെ കുറിച്ചായിരുന്നു. ആ ലിബറലൈസേഷനിലെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങളും ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു കഴിഞ്ഞത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിബറലൈസേഷൻ്റെ ഭാഗമായുള്ള 3ാമത്തെ പോയിൻ്റാണ് നികുതി പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ്. ഓക്കെ, ഇനി നികുതി പരിഷ്കാരം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ വർദ്ധിച്ച നികുതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നികുതി കൂടുതലായിരുന്നു. അതിൻ്റെ ഭാഗമായി പലരും നികുതി കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. നികുതി വെട്ടിപ്പ് ഉണ്ടായിരുന്നു. ടാക്സ് ഇവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നികുതി മേഖലയിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി അവ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് വരുമാന നികുതി കുറച്ചു, റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ്. ഇനി വരുമാന നികുതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു വരുമാന പരിധിയുണ്ട്. ആ വരുമാന പരിധിയിലും കൂടുതൽ വരുമാനം നേടുന്നവരുടെ വരുമാനത്തിനു മുകളിൽ നികുതി ചുമത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് വരുമാന നികുതി ഉണ്ടായിരുന്നു. ഈ വരുമാന നികുതി കൂടുതലായിരുന്നു. ഈ വരുമാന നികുതിയുടെ അളവ് കുറച്ചു. ഇതാണ് ആദ്യത്തെ നികുതി പരിഷ്കാരം. ഓക്കെ, ഇനി 2ാമത്തെ പോയിൻ്റാണ് കോർപ്പറേറ്റ് നികുതി കുറച്ചു, റിഡക്ഷൻ ഇൻ കോർപ്പറേറ്റ് ടാക്സ്. ഇനി കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ നേടുന്ന ലാഭത്തിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ ഓരോ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ ലാഭം നേടിയെടുക്കുമ്പോൾ ആ ലാഭത്തിൻ്റെ നിശ്ചിത തുക ഗവൺമെൻറ്റിലേക്ക് നികുതിയായി കൊടുക്കണം. ഇതാണ് കോർപ്പറേറ്റ് ടാക്സ്. ഈ കോർപ്പറേറ്റ് നികുതിയും ഗവൺമെൻറ് കുറച്ചു, റിഡക്ഷൻ ഇൻ കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, ഇതാണ് 2ാമത്തെ നികുതി പരിഷ്കാരമായിട്ട് പറയുന്നത്. ഇനി 3ാമത്തെ നികുതി പരിഷ്കാരമാണ് എക്സൈസ് നികുതിയും കസ്റ്റംസ് നികുതിയും കുറച്ചു, റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് കസ്റ്റംസ്. എന്ന് പറഞ്ഞാൽ എക്സൈസ് നികുതി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് നികുതി. കസ്റ്റംസ് നികുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. അപ്പോൾ അങ്ങനെയുള്ള നികുതിയും കുറച്ചു. അപ്പോൾ എക്സൈസ് നികുതിയും കസ്റ്റംസ് നികുതിയും കുറച്ചു എന്നുള്ളതാണ് 3ാമത്തെ നികുതി പരിഷ്കാരമായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ഇനി നികുതി പരിഷ്കാരത്തിലെ 4ാമത്തെ പോയിൻ്റാണ് GST അവതരിപ്പിച്ചു, ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ നേരത്തെ എക്സൈസ് ഡ്യൂട്ടി പറഞ്ഞിരുന്നു. ഈ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ GST എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ GST അവതരിപ്പിച്ചു എന്നുള്ളതാണ് 4ാമത്തെ നികുതി പരിഷ്കാരമായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ നികുതി പരിഷ്കാരത്തിലുള്ള പോയിൻ്റാണ് നികുതി വെട്ടിപ്പ് കുറഞ്ഞു. അതിലൂടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി വരുമാനം വർദ്ധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നികുതി അമിതമായിരുന്നു, കൂടുതലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പലരും നികുതി കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു, നികുതി വെട്ടിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നികുതി പരിഷ്കാരത്തിൻ്റെ ഭാഗമായി നികുതികളെല്ലാം കുറച്ചപ്പോൾ നികുതി വെട്ടിപ്പ് കുറയുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് 5ാമത്തെ പോയിൻ്റ്. ടാക്സ് ഇവേഷൻ ഡിക്രീസസ് ആൻഡ് ടാക്സ് റവന്യൂ, ഗവൺമെൻറ് ടാക്സ് റവന്യൂ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള നികുതി പരിഷ്കാരമായിട്ട് എടുത്തു കാണിക്കുന്നത്. ടാക്സ് റിഫോംസ് ഡ്യൂ ടു ലിബറലൈസേഷൻ. ഓക്കെ.
ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള അഥവാ ലിബറലൈസേഷൻ്റെ ഭാഗമായുള്ള നാലാമത്തെ പരിഷ്കാരമാണ് വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യ ന്യൂനീകരണം. ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യ ന്യൂനീകരണം വരുത്തി, ഡീവാലേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഓക്കെ, ഇനി ഇന്ത്യൻ രൂപയുടെ മൂല്യ ന്യൂനീകരണം അല്ലെങ്കിൽ ഡീവാലേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി എന്താണെന്ന് വെച്ചാൽ, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ, അതായത് ആഭ്യന്തര കറൻസിയുടെ മൂല്യം ഗവൺമെൻറ് ഇടപെട്ട് കുറയ്ക്കുന്നതാണ് മൂല്യ ന്യൂനീകരണം അഥവാ ഡീവാലേഷൻ. ഓക്കെ, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഥവാ ആഭ്യന്തര കറൻസിയുടെ മൂല്യം ഗവൺമെൻറ് ഇടപെട്ട് കുറയ്ക്കുന്നതാണ് മൂല്യ ന്യൂനീകരണം അഥവാ ഡീവാലേഷൻ. ഡീവാലേഷൻ മീൻസ് റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസീസ്. ഓക്കെ, വിനിമയ നിരക്ക് അഥവാ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണാം, വിനിമയ നിരക്ക് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു ഡോളറിന് ഒരു ദിർഹം, ഒരു ദിനാർ, ഇതൊക്കെ എത്ര രൂപ എന്നുള്ളത് അവിടെ എഴുതി കാണാം. ഇതാണ് വിനിമയ നിരക്ക്. അതായത് ആഭ്യന്തര കറൻസിയുടെ മൂല്യവും വിദേശ കറൻസിയുടെ മൂല്യവും തമ്മിൽ എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതാണ് വിനിമയ നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ നാണയം രൂപയാണ്, അമേരിക്കയിലെ നാണയം ഡോളറാണ്. അപ്പോൾ ഒരു ഡോളർ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണ്, ഒരു ഡോളർ എന്നുള്ളത് 40 രൂപയാണെന്ന് വിചാരിക്കുക. ഉദാഹരണമാണ്, ഒരു ഡോളർ എന്നുള്ളത് 40 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഡോളറിന് തുല്യമാണ്, അമേരിക്കയിലെ ഒരു ഡോളറിന് തുല്യമാണ് ഇന്ത്യയിലെ 40 രൂപ. ഓക്കെ, അതായത് 40 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും. ഒരു ഡോളറിൻ്റെ ഇന്ത്യൻ മൂല്യമാണ് 40 രൂപ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഒരു ഡോളറിന് 40 രൂപ എന്നുള്ളത് ഒരു ഡോളറിന് 45 രൂപയായാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നേരത്തെ 40 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമായിരുന്നു എന്ന സ്ഥാനത്ത് ഇപ്പോൾ 45 രൂപയാണ്. അപ്പോൾ ഡോളർ സമം 45 രൂപയായാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് 40 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 45 രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുകയുള്ളൂ എന്നുള്ളത് വരുമ്പോൾ ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറയുന്നു. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നു, പക്ഷേ ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറയുന്നു. ഓക്കെ, ഇനി 40 രൂപ ഒരു ഡോളർ എന്നുള്ളത് 35 രൂപ ആയി എന്ന് വിചാരിക്കുക. അപ്പം 35 രൂപ ഒരു ഡോളർ, ഒരു 35 രൂപ = ഡോളർ ആണെങ്കിൽ നേരത്തെ 40 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്ന ഒരു ഡോളർ ഇപ്പോൾ 35 രൂപക്ക് കിട്ടുമ്പോൾ അത് ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കൂടി എന്നതാണ് അർത്ഥമാക്കുന്നത്. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിനിമയ നിരക്ക് കുറഞ്ഞു എന്നതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മൂല്യം കുറയുന്നു, എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മൂല്യം കൂടുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ രൂപയുടെ മൂല്യ ന്യൂനീകരണമാണ്, അതായത് ഡീവാലേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. അതായത് ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറച്ചു, അതായത് എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടി, വിനിമയ നിരക്ക് കൂട്ടി ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 40 രൂപയാണെന്ന് വിചാരിക്കുക ഒരു ഡോളറിന്, അത് 45ഉം 50ലേക്കും ഗവൺമെൻറ് എക്സ്ചേഞ്ച് റേറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ 40 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഒരു ഡോളർ ചിലപ്പോൾ 45ലേക്കും 50ലേക്കും കൂട്ടി. ഓക്കെ, അത് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തതാണ് മൂല്യന്യൂനീകരണം. ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വിദേശികർക്ക് ഇന്ത്യയിൽ വന്ന് കുറഞ്ഞ ചെലവിൽ വ്യവസായം തുടങ്ങാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ വിദേശികർക്ക് ഇന്ത്യയിൽ വന്ന് വ്യവസായം തുടങ്ങാൻ ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം കുറച്ചു, ഡീവാലേഷൻ നടപ്പിലാക്കി.
അതായത് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറച്ചു. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ വിദേശ വിനിമയ പരിഷ്കാരത്തിലെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിലെ വിദേശ വിനിമയ പരിഷ്കാരത്തിലെ രണ്ടാമത്തെ പോയിൻ്റാണ് സ്ഥിര വിനിമയ നിരക്കിൽ നിന്നും അയവുള്ള വിനിമയ നിരക്കിലേക്കുള്ള മാറ്റം. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റീപ്ലേസ്ഡ് ബൈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് നമ്മുടെ വിനിമയ നിരക്ക് ഇപ്പോൾ $1 എത്ര രൂപ, അതാണ് വിനിമയ നിരക്ക്. ഈ വിനിമയ നിരക്ക് ഫിക്സ് ചെയ്യാൻ 3 വിധത്തിലാണ് ഫിക്സ് ചെയ്യുന്നത്. ആ 3 വിധത്തിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് +2-നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 3 എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. 1 ഫിക്സ്ഡ്, 2 ഫ്ലെക്സിബിൾ, 3 മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. 1 സ്ഥിര വിനിമയ നിരക്ക്, 2 ഫ്ലെക്സിബിൾ അയവുള്ള വിനിമയ നിരക്ക്, 3 മാനേജ്ഡ് ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക്. ഇതിൽ ഇന്ത്യ സ്ഥിര വിനിമയ നിരക്കിൽ നിന്നും അയവുള്ള വിനിമയ നിരക്കിലേക്ക് മാറി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുമ്പ് RBI അഥവാ റിസർവ് ബാങ്ക് ആയിരുന്നു വിനിമയ നിരക്ക് നിശ്ചയിച്ചിരുന്നത്. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ റിസർവ് ബാങ്ക് തന്നെ തീരുമാനിക്കണം. ഇതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോൾ റിസർവ് ബാങ്ക് അല്ല വിനിമയ നിരക്ക് ഫിക്സ് ചെയ്യുന്നത്, അത് മാർക്കറ്റിന് വിട്ടുകൊടുത്തു, കമ്പോളത്തിന്, വിപണിക്ക് വിട്ടുകൊടുത്തു. വിപണിയിലെ മാറ്റം അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റിലും മാറ്റം വരും. ഓക്കെ, അങ്ങനെ മാറ്റം വരുത്തുന്ന വിനിമയ നിരക്കാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അയവുള്ള വിനിമയ നിരക്ക്. അപ്പോൾ ഇന്ത്യ സ്ഥിര വിനിമയ നിരക്കിൽ നിന്നും, അതായത് റിസർവ് ബാങ്ക് വിനിമയ നിരക്ക് ഫിക്സ് ചെയ്യുന്നതിൽ നിന്നും മാറി. ഓക്കെ, അതായത് $1 ഇത്ര രൂപ എന്നുള്ളത് മുമ്പ് ഫിക്സ് ചെയ്യുന്നത് RBI റിസർവ് ബാങ്ക് ആയിരുന്നു. ഇപ്പോൾ റിസർവ് ബാങ്ക് അല്ല ഫിക്സ് ചെയ്യുന്നത്, അത് റിസർവ് ബാങ്ക് ഫിക്സ് ചെയ്യുന്നതിനെയാണ് സ്ഥിര വിനിമയ നിരക്ക്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് അത് മാർക്കറ്റിലെ മാറ്റത്തിനനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്. ഇതാണ് അയവുള്ള വിനിമയ നിരക്ക്. അപ്പോൾ ഇന്ത്യ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ നിന്ന് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറി, സ്ഥിര വിനിമയ നിരക്കിൽ നിന്ന് അയവുള്ള വിനിമയ നിരക്കിലേക്ക് മാറി. ഇതാണ് രണ്ടാമത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഉദാരവൽക്കരണത്തിൻ്റെ അഥവാ ലിബറലൈസേഷൻ്റെ ഭാഗമായുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആയിട്ട് കണക്കാക്കുന്നത്, വിദേശ വിനിമയ പരിഷ്കാരമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പരിഷ്കാരമാണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇറക്കുമതി ഉദാരമാക്കി, ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിക്ക് കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇറക്കുമതി ഉദാരമാക്കി, ലിബറലാക്കി. ഓക്കെ, ഈ രണ്ടാമത്തെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരമാണ് കോട്ടാ സമ്പ്രദായം ഒഴിവാക്കി, കോട്ടാസ് റിമൂവ്ഡ് എന്ന് പറഞ്ഞാൽ അളവിലുള്ള ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ അളവിലുള്ള നിയന്ത്രണമായിരുന്നു കോട്ട. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ കോട്ട പൂർണ്ണമായും നിർത്തലാക്കി, ഒഴിവാക്കി. ഇതാണ് രണ്ടാമത്തെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ഇറക്കുമതി നികുതി കുറച്ചു, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ്ഡ്. അതായത് ഇറക്കുമതിക്ക് അമിതമായ നികുതിയായിരുന്നു ചുമത്തിയിരുന്നത്, അത് കുറച്ചു. ഇതാണ് മൂന്നാമത്തെ വ്യാപാര നിക്ഷേപ പരിഷ്കാരമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരമാണ് കയറ്റുമതി നികുതി ഒഴിവാക്കി, കയറ്റുമതിയെ പ്രോത്സാഹിപ്പിച്ചു. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ് ടു എൻകറേജ് എക്സ്പോർട്ട്സ്. അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി കയറ്റുമതി നികുതി ഒഴിവാക്കിയിട്ട് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് നാലാമത്തെ പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അയവുള്ള വിനിമയ നിരക്കിലേക്ക് മാറി. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു, അത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറി. സ്ഥിര വിനിമയ നിരക്കിൽ നിന്ന് അയവുള്ള വിനിമയ നിരക്കിലേക്ക് മാറി. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് മൂവ്ഡ് ടു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 5 പോയിൻറ്റുകളാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് ആയിട്ട് കണക്കാക്കുന്നത്, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ലിബറലൈസേഷൻ്റെ ഭാഗമായുള്ള പരിഷ്കാരങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും 5 പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണത്തിൻ്റെ അഥവാ ലിബറലൈസേഷൻ്റെ ഭാഗമായി 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ പോയിൻ്റാണ് സ്വകാര്യവൽക്കരണം. ഒന്നാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞു ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ, അതിൻ്റെ ഭാഗമായുള്ള 5 പരിഷ്കാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ഓക്കെ, ഇനി സ്വകാര്യവൽക്കരണം എന്താണെന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതാണ്, കൈമാറുന്നതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക. ഇതിനെയാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉടമസ്ഥതയോ നിർവഹണ ചുമതലയോ നടത്താനുള്ള ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൈവറ്റൈസേഷൻ ഇംപ്ലൈസ് ഗിവിംഗ് എവേ ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ നടത്താനുള്ള ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക, കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വകാര്യവൽക്കരണം 2 രീതിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 2 ways. ഓക്കെ, ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനായും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അതായത് പൊതുമേഖലാ സ്ഥാപനം, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മുഴുവനായും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. പബ്ലിക് സെക്ടർ കമ്പനീസ് ടു ദി പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, രീതിയാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ രണ്ടാമത്തെ രീതിയാണ് നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം നൽകുക, ഗിവൺ ഓട്ടോണമി ടു എക്സിസ്റ്റിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അപ്പോൾ കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. ഇനി നിലവിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി. ഈ നിലനിർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്തരം സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ, അതായത് മാനേജ്മെൻറ്റ്, പ്രവർത്തന കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ അവർക്ക് സ്വയംഭരണത്തിനുള്ള അനുമതി നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. ഓക്കെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ് പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ദിവസം. ഈ പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും കൂട്ടുന്നത് പെട്രോളിയം കമ്പനികളാണ്, കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അപ്പോൾ ആ കമ്പനികൾക്ക് ഗവൺമെൻറ് സ്വയംഭരണം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വയംഭരണം, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. അപ്പോൾ 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. ഒന്നാമത്തെ രീതിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, സെൽ പബ്ലിക് സെക്ടർ കമ്പനീസ് ടു ദി പ്രൈവറ്റ് സെക്ടർ, അതായത് സ്വകാര്യ മേഖലയ്ക്ക് പൊതുമേഖല വിൽക്കുക. രണ്ടാമത്തെ പോയിൻ്റാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം നൽകുക, ഓട്ടോണമി പവർ നൽകുക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തായി പറയുന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി 9 കമ്പനികൾക്കാണ്, 9 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഗവൺമെൻറ് സ്വയംഭരണം, ഓട്ടോണമി പവർ നൽകിയത്. അവയെ നവരത്നങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സ്വയംഭരണം നൽകിയ 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരുകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ
PSUs എന്നാണ് വിളിക്കുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഷോർട്ടായിട്ട് അതിനെ PSUs എന്ന് പറയും. അങ്ങനെ സ്വയംഭരണം നൽകിയ 9 PSUസിൻ്റെ പേരാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC പെട്രോളിയം കമ്പനിയാണ്. രണ്ടാമത്തതാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, HPCL, HP പെട്രോളിയം നമ്മൾ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തതാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, BPCL, BP ഭാരത് പെട്രോളിയം എന്നുള്ളത്. ഇനി നാലാമത്തതാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. ഓക്കെ. അഞ്ചാമത്തതാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SAIL, സെയിൽ. ഇനി ആറാമത്തതാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, BEL, BHEL, BEL. ഏഴാമത്തതാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. എട്ടാമത്തതാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, GAIL, 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 ഗെയിൽ പൈപ്പ് ലൈൻ അറിയില്ലേ, GAIL. ഇനി ഒമ്പതാമത്തതാണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, MTNL, അതായത് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. ഈ 9 കമ്പനികളെയാണ് നവരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വകാര്യവൽക്കരണത്തിൽ, പ്രൈവറ്റൈസേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ ടോപ്പിക്കും അവസാനിച്ചു. സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അവസാനിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.